വെൽക്കം ടു ഫുഡ് ടാഗ്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കേക്ക് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഓർത്തു ഇന്ന് കേക്കിൻ്റെ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന്. ഇന്നൊരു ഹോട്ട് മിൽക്ക് കേക്കാണ് കാണാൻ പോണത്. ബട്ടറും ഓയിലൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ ഒന്നിച്ചിട്ട് തന്നെയാണ് ഒഴിച്ചിരിക്കണേ കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് പതഞ്ഞ് വരുമല്ലോ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ടും ചേർക്കാം കേട്ടോ. ഇതിനി ഈ ലൈറ്റ് യെല്ലോ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറാവുന്ന ഇടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ടോ എന്നുള്ളത്. പഞ്ചസാര അലിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ തരിതരിപ്പ് നമുക്കറിയാൻ പറ്റും ബീറ്റ് ചെയ്യണ സമയത്ത്. പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കേക്ക് നല്ല ഹാർഡായി പോകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ബൗള് ചെറുതായത് കൊണ്ട് ഞാൻ വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റി. ഇനി ഇതിൻ്റെ മുകളിൽ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുകയാണ്. ഇത് കുറച്ചായിട്ട് വേണം അരിച്ച് ചേർക്കാനായിട്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ കുറച്ചായിട്ട് ചേർത്താൽ മതി. ഞാനിതിപ്പോൾ ഒന്നിച്ച് തന്നെയാണ് ഇട്ട് ചെയ്യണത്. ഈ മുട്ടയിൽ എയറൊന്നും പോവാതെ വേണം ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ചാനലിൽ കുറച്ച് കേക്ക്സിൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടൻസ് മിൽക്ക് കേക്ക്, പ്ലെയിൻ ടീ കേക്ക്, പിന്നെ ഹണി കേക്ക്, അങ്ങനെ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നന്നായിട്ട് ചൂടാക്കിയ പാല് ചേർക്കുകയാണ്. അതും കുറച്ചായിട്ട് ഒഴിക്കുക, ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒഴിക്കുക, ഫോൾഡ് ചെയ്യുക, അങ്ങനെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കേക്കിൽ നമ്മൾ ഓയിലും ബട്ടറൊന്നും ചേർക്കുന്നേ ഇല്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ലോഫ് ടിന്നാണ് എടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ടിന്നിൽ കൊടുക്കാം കേട്ടോ. ഇതിലൊരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് ടിന്നിലും കൂടുതലുണ്ട് കേട്ടോ ബാറ്റർ. അപ്പോൾ ഞാൻ വേറൊരു ചെറിയൊരു ബേക്ക് ആൻഡ് സെർവ് മോൾഡിലേക്കും കൂടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്യൂവർ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ച അവനിലേക്ക് 170 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ട് മിൽക്ക് കേക്ക് റെഡിയായി. അപ്പോൾ നന്നായിട്ട് ആറിയ ശേഷമാണ് ഞാനിവിടെ അൺമോൾഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. തൊടുമ്പോഴേ അങ്ങനെ പൊട്ടിപ്പോവോ എന്ന് പേടിച്ചിട്ടാട്ടോ ഞാൻ എടുക്കണത്. അത്രയ്ക്ക് സോഫ്റ്റാണ്, കണ്ടോ. കുഴിഞ്ഞു പോവുകയാണ് കേട്ടോ നമ്മൾ പ്രസ് ചെയ്യണ സമയത്ത് തന്നെ. അപ്പോൾ ഇനി ആരും ബട്ടറും വെജിറ്റബിൾ ഓയിലൊന്നും കയ്യിലില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഉണ്ടാക്കാതിരിക്കരുത് കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു ഹാർട്ടെങ്കിലും കമൻ്റായിട്ട് ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക്